ഇത്തവണ ഞങ്ങൾ എന്താണെങ്കിലും റൊണാൾഡോ ലാസ്റ്റ് ഡാൻസ് പോർച്ചുഗൽ ഞങ്ങൾ വേൾഡ് കപ്പോട് കൂടിയായിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. ഇനി ചരിത്രം തിരുത്തിക്കുറിച്ച് 2 പ്രാവശ്യം അടുപ്പിച്ചൊരു രാജ്യം അടിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഒരിക്കലും പറയണ്ടല്ലോ. മോസ്റ്റ് സെലിബ്രേറ്റഡ് ഇവന്റ് ആണ് നമ്മുടെ എലാൻസിന്റെ സൂപ്പർ കപ്പ്. കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലം അതിലൊരു ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മളൊരു ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ IPL-ലൊക്കെ കാണുന്ന പോലെ ഓരോ പ്ലേയേഴ്സിനെ ഭയങ്കര കോടിക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ബിഡ് ചെയ്ത് വില കുട്ടി വിളിച്ച് വാങ്ങുന്ന പോലെ നിങ്ങളെ അതേപോലെ ഇങ്ങനെ ഓരോ കോടിക്ക് ഇങ്ങനെ എത്ര കോടിക്കായിരുന്നു ഫയാസിനെ? 16 കോടി. 16 കോടി വാല്യൂ ഫോർ മണി ആയിരുന്നു. ഇത്തവണത്തെ മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്നു ഫയാസ്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഓപ്ഷൻ പോലത്തെ ഒരു ഇത്. ഈ സ്ക്രീനിൽ നമ്മുടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ച് അവർ വലിയ പ്രൈസിനൊക്കെ ബിഡ് ചെയ്യുമ്പോൾ എക്സൈറ്റിംഗ് ആയിരുന്നു. അടിപൊളി ഫീൽ ആയിരുന്നു. പിന്നെ ACC എന്ന് പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ ഓർത്തത് കളിയൊക്കെ നിൽക്കും, ഈ എല്ലാം നിൽക്കും. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫാക്കൽറ്റീസ് ആണെങ്കിലും സ്റ്റാഫ്സ് ആണെങ്കിലും ഫുട്ബോളിനോടാണെങ്കിലും നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. ദൈവം സഹായിച്ച് സൂപ്പർ കപ്പിൽ ഇതുവരെ വിന്നേഴ്സ് ആവാൻ പറ്റിയിട്ടില്ല. മാൻഡ്രിക് അൽഫാസാർ. അതെ നമ്മളെ പോലത്തെ ടീമുകൾ തോറ്റു കൊടുക്കുന്നത് കൊണ്ടാണ് അജയ് സാർ പോലുള്ള ടീമെല്ലാം അൽഫാസാർ പറഞ്ഞു എന്ന് വെച്ചാല് അത് ഞങ്ങളെ കഴിവ് കൂടുതൽ കൊണ്ടാണോ ഇല്ല അൽഫാസാറിന്റെ കഴിവ് കേട്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജയ് ബാബു, എലാൻസിലെ ഫാക്കൽറ്റിയാണ്. ടുഡേ വി ആർ ഹിയർ വിത്ത് അനദർ എപ്പിസോഡ് ഓഫ് എലാൻസിയൻസ് പോഡ്കാസ്റ്റ് സീരീസ്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് എല്ലാവരും പരിചയപ്പെടാം. അൽഫാസാർ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മുഹമ്മദ് അൽഫാസ്. ഞാൻ എലാൻസിലെ തന്നെ അസോസിയേറ്റ് ഫാക്കൽറ്റിയാണ്. എൻ്റെ പേര് ഫയാസ് കേസ്. ഞാൻ ACCA സ്കിൽ ലെവൽ പഠിക്കുകയാണ്. ACCA പ്രൈമറി സ്റ്റുഡൻ്റ് ആണ്. ഹായ് ഓൾ, എൻ്റെ പേര് വിഷ്ണു കെ ഷാജി. ACCA പി ലെവൽ പഠിക്കുന്നു. എലാൻസിൽ പ്രൈമറി സ്റ്റുഡൻ്റ് ആണ്. ലോകം മൊത്തം ഇപ്പോൾ ഫുട്ബോൾ ഫീവറിലാണ്. ഫിഫ വേൾഡ് കപ്പ് 2026. ഏതാ നിങ്ങളുടെ ഫേവറേറ്റ് ടീം? അർജന്റീന. ജപ്പാൻ. ഓഫ് കോഴ്സ് പോർച്ചുഗൽ. ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പ് സ്റ്റേജസ് ഒക്കെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ കുറേ അടിപൊളി മാച്ചസ് കണ്ടു. അതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് എന്ന് തോന്നിയ മാച്ച് ഏതാ? എനിക്ക് പേഴ്സണലി ജപ്പാൻ വെച്ച് നെതർലൻഡ്സ്. അത് നല്ലൊരു കളിയായിരുന്നു. ജപ്പാന്റെ കംബാക്ക് ഒക്കെ ആയിരുന്നു. ആണ് ഈ ജപ്പാന് പൊതുവേ ഉള്ളതാണ് ഈ ഫേവറേറ്റ് ടീമുകളെ അടിച്ചിടുക എന്നുള്ളത്. ജപ്പാൻ്റെ ഒരു ക്ലീശേ സാധനമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മളെ ജർമ്മനീനെ അവർ നോക്കൗട്ട് ചെയ്തു. അതിന് മുമ്പത്തെ വേൾഡ് കപ്പിൽ ബെൽജിയം ജസ്റ്റ് മിസ്സാണ്. ഇഞ്ചുറി ടൈമിലാണ് ബെൽജിയം കഴിച്ചിലായി പോകുന്നത്. ഇത്തവണ റൗണ്ട് ഓഫ് 32 ഞങ്ങള് ആരുടെയൊക്കെ ഫേവറേറ്റ് ടീമിനെയാണ് അടിക്കാൻ നിൽക്കുന്നത്. അടുത്ത വേറെ ഏതെങ്കിലും മാച്ചസ് നല്ല ഇതായിട്ട് ഫീൽ ചെയ്തോ? ജർമ്മനി വേഴ്സസ് ഇക്വഡോർ നല്ല കളിയായിരുന്നു. ജർമ്മനിനെ അടിച്ചിട്ട് അടിപൊളി കളി. ഇക്വഡോർ നല്ല പിടിച്ച് നിന്ന് എല്ലാം ജയിച്ചവര്. ലാസ്റ്റ് ഇതിൽ ജർമ്മനി ഇല്ലായിരുന്നു ആ മാച്ചിൽ. ഫസ്റ്റ് ഹാഫിലേ ഉള്ളൂ, സെക്കൻഡ് ഹാഫിലൊന്നും ജർമ്മനി ഇല്ല. ആ കളി ജയിച്ചപ്പോൾ ഇക്വഡോറിലെ പ്രസിഡന്റ് എങ്ങാണ്ട് സ്കൂളിന് മൊത്തം ലീവ് കൊടുത്തു. ഇക്വഡോർ അത് സെലിബ്രേറ്റ് ചെയ്തു. ഇതേപോലെ അർജന്റീന കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫസ്റ്റ് ഇത് തോറ്റപ്പോൾ ഖത്തറിൽ ഇവിടെ അത് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. സൗദിയിലും അതേപോലെ ഭയങ്കര സെലിബ്രേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങളെയൊക്കെ ഒരു ഫുട്ബോൾ ബാക്ക്ഗ്രൗണ്ട്? നിങ്ങൾ പണ്ട് പഠിക്കുമ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ ഏത് ലെവൽ വരെ? ഇപ്പോൾ ഡിസ്ട്രിക്റ്റ്, അതേപോലെ പല അക്കാദമീസ്, ക്ലബ്ബുകൾ, നാട്ടിലെ ടൂർണമെൻറ്റുകൾ, അങ്ങനെ നിങ്ങളെ ഫുട്ബോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഷെയർ ചെയ്യും നമ്മളോട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂൾസിൽ ഇൻ്റർ സ്കൂള്, റവന്യൂ, അങ്ങനെ ചെറിയ കളികൾ, പിന്നെ ലോക്കൽ ടൂർണമെൻറ്റുകളിൽ 5s 7s അതുപോലെ ചെറിയ കളികൾ കളിക്കുമായിരുന്നു. ഞാനും സ്കൂൾസ് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ ചെറിയ 5s പോലത്തെ ചെറിയ ടൂർണമെൻറ്റും കുറേ കളിച്ചിട്ടുണ്ട്. നോർമലി നിങ്ങൾ ACCA പോലൊരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ ഒരു സംശയമായിരിക്കും, ഫുൾ ടൈം നമ്മൾ സ്റ്റഡീസിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം. അങ്ങനെ നിങ്ങൾക്ക് എലാൻസിലെ അക്കാദമിക് ജേണിയിൽ നിങ്ങളെ ഈ ഒരു പ്രൊഫഷന് വേണ്ടി നിങ്ങളുടെ ഒരു പാഷൻ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ACCA എന്ന് പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ ഓർത്തത് കളിയൊക്കെ നിൽക്കും, ഈ എല്ലാം നിൽക്കും. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫാക്കൽറ്റീസ് ആണെങ്കിലും സ്റ്റാഫ്സ് ആണെങ്കിലും ഫുട്ബോളിനോടാണെങ്കിലും നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ടർഫൊക്കെ ഇടും, പിന്നെ കളിയൊക്കെ പോയി. പിന്നെ എലാൻസ് സൂപ്പർ കപ്പ് അങ്ങനത്തെ നല്ല അടിപൊളിയായിട്ടാണ് പോയത്. എനിക്കാണെങ്കിലും അങ്ങനെ വലിയ സാക്രിഫൈസ് ചെയ്യേണ്ടതൊന്നും തോന്നിട്ടില്ല. നമ്മുടെ എക്സാമിനോടായിട്ടുള്ള അവസാനത്തെ 2-3 വീക്സ് കുറച്ച് ഫോക്കസ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ കൂളായിട്ട് തന്നെ സാധാ പോലെയാണ് ഇരിക്കണത്. വലിയ സ്ട്രെസ് ചെയ്ത് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. പ്രൊഫഷന് വേണ്ടി പാഷൻ കളയണം അങ്ങനെ ഒരു ഇതിലേക്ക്. അതെ, ലാൻസിൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടില്ല. കൂടെ തന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് സ്റ്റുഡൻസ് പറഞ്ഞാണ്, ഇപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് ഇവർ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ സ്കിൽ ലെവൽ പി ലെവലൊന്നും ഇല്ലാണ്ട് ഇവർ ഫ്രണ്ട്സായിട്ട് ഓരോ കൺട്രീനെ ബേസ് ചെയ്ത് ടീം ഇട്ടിട്ട്, ഇപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു ഒരു ടീമിനെ, ഓരോ ടീമിലും ഓരോ ഫാക്കൽറ്റീസൊക്കെ ആയിട്ട് അവർ തന്നെ ഒരു വേൾഡ് കപ്പിനെ ബേസ് ചെയ്ത് ഒരു ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട് ഈ വരുന്ന വീക്കിൽ. ഇതൊക്കെ ശരിക്കും നല്ലൊരു ഇവൻ്റാണ്. എല്ലാവർക്കും ഫണ്ണായിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ്. അതെ, വേൾഡ് കപ്പിന്റെ ആ ഒരു ഓളം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. നമുക്കൊരു മിസ്സിങ് അപ്പം തോന്നില്ല നാട്ടിലില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിൽ, ഇപ്പോൾ നമുക്ക് നാട്ടിലാണെങ്കിൽ ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് സ്ക്രീനിങ്, ഫ്ലെക്സ് വെക്കുന്നു, നമ്മളെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു വേൾഡ് കപ്പ് ഓളം അല്ലെങ്കിൽ വേൾഡ് കപ്പ് വൈബ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു കോഴ്സും ക്ലാസ്സും ഒക്കെ ആയി പോകുമ്പോൾ നിങ്ങൾക്ക് അത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ?
നാട്ടില് വേറെ വൈബാണ്. ഇവിടെ വന്നാലും വലിയൊരു മിസ് ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നില്ല. പറയാല്ല, കാരണം ഇവിടെ ആണെങ്കിലും സ്ക്രീനിങ് ഉണ്ട്, കളിയൊക്കെ വെക്കണ്ട, ജെയ്സിയുടെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ടൂർണമെന്റ് ഒക്കെ വെക്കുമ്പോൾ നമുക്കത് വലിയൊരു മിസ്സിങ് പോലെ തോന്നുന്നില്ല. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇവിടെയും നമ്മൾ ലൈവാണ് വേൾഡ് കപ്പിന്റെ സമയത്ത്. ഇപ്പോൾ എലാൻസിലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ഫുട്ബോൾ ഫാൻസിൻ്റെ ഇടയിൽ മോസ്റ്റ് സെലിബ്രേറ്റഡ് ഇവൻ്റാണ് നമ്മുടെ എലാൻസിൻ്റെ സൂപ്പർ കപ്പ്. സൂപ്പർ കപ്പ്. അപ്പോൾ ഈ സൂപ്പർ കപ്പ് എത്ര പ്രാവശ്യം കളിച്ചിട്ടുണ്ട്? ഞാൻ 2 തവണ കളിച്ചിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലം അതിലൊരു ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. നമ്മളൊരു ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ IPL-ലൊക്കെ കാണുന്ന പോലെ ഓരോ പ്ലേയേഴ്സിനെ ഭയങ്കര കോടിക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ബിഡ് ചെയ്ത് വില കുട്ടി വിളിച്ച് വാങ്ങുന്ന പോലെ നിങ്ങളെ അതേപോലെ ഇങ്ങനെ ഓരോ കോടിക്ക് ഇങ്ങനെ, എത്ര കോടിക്കായിരുന്നു ഫയാസിനെ? 16 കോടി. 16 കോടി വാല്യൂ ഫോർ മണി ആയിരുന്നു. ഇത്തവണത്തെ മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്നു ഫയാസ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫയാസിന് ഈ ഇത്ര പൈസയ്ക്ക് ഒരാൾ നിങ്ങളെ വാങ്ങിയെടുക്കുന്നത് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്തേ? അങ്ങനെ വെച്ചാൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഓപ്ഷൻ പോലത്തെ ഒരിത്. ഈ സ്ക്രീനിൽ നമ്മുടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ വിളിച്ച് അവർ വലിയ പ്രൈസിനൊക്കെ ബിഡ് ചെയ്യുമ്പോൾ കാണാൻ എക്സൈറ്റിംഗ് ആയിരുന്നു. അടിപൊളി ഫീൽ ആയിരുന്നില്ലേ? പിന്നെ വിഷ്ണുവിനെ എത്ര കോടിക്കായിരുന്നു സെയിം 16 കോടി തന്നെയാണ് പോയ. വിഷ്ണു എത്ര പ്രാവശ്യം സൂപ്പർ കപ്പ് കളിച്ചിട്ടുണ്ട്? ഞാൻ വന്ന് പിന്നെയും 2 സൂപ്പർ കപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സീസണിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കളിക്കാൻ പറ്റിയില്ല, ചെറിയൊരു ഇഞ്ചുറി വന്നു. അങ്ങനെയല്ലല്ലോ വിഷ്ണുവിനെ പറ്റി എലാൻസിലൊരു ടോക്ക് ഉള്ളത്. എലാൻസിലെ വിടരും മുമ്പേ വാടിയ പുഷ്പം എന്നാണ് വിഷ്ണുവിനെ അറിയപ്പെടുന്നത്. കാരണം ടൂർണമെന്റിൽ 16 കോടിക്ക് അവരെ മാനേജ്മെന്റ് വാങ്ങിയെടുത്തു. ടൂർണമെന്റിന് മുമ്പുള്ള പ്രാക്ടീസ് മാച്ചിൽ ഇഞ്ചറി ആയിട്ട് പുറത്തിരുന്ന ടീമിനെ 16 കോടിക്ക് സപ്പോർട്ട് ചെയ്ത ആളാണ്. ടീമിന് ഭാഗ്യം ഉണ്ടായില്ല. അതെ, അതാണ് അതെ. ഈ ഓപ്ഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്ലേയേഴ്സിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മുടെ തന്നെ ഫ്രണ്ട്സായിട്ട് മാനേജ്മെന്റ് ആയിട്ട് വന്ന ടീമിനൊക്കെ ആയിരുന്നു കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അതായത് അവർക്ക് ഓരോ ടീമിന് നമ്മളൊരു ബജറ്റ് കൊടുത്തു. ആ ബജറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. ഒരു പ്ലെയർക്ക് മാക്സിമം എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു അവർ ഓരോ മാനേജറിൽ ഒരു സ്ട്രക്ചറൊക്കെ വെച്ച് പ്രീ പ്ലാൻഡ് മൊത്തം ഒരു ടീമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം അടിപൊളിയായിട്ടാണ് കൊണ്ടുപോയത്. അതുപോലെ ഇപ്പം നമ്മൾ ആ ടൂർണമെൻറ്റ് മുമ്പ് നമ്മൾ കളിക്കണ ടർഫുകളിലൊക്കെ മാനേജ്മെൻറ്റ് വന്ന് കണ്ടിട്ട് നല്ല പ്ലേയേഴ്സ് പ്രാക്ടീസ് മാച്ചിലാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവലില് നമ്മള് പിള്ളേർ ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒക്കെ മാച്ചസ് ഒക്കെ വന്ന് കണ്ട് ഒരു പ്രൊഫഷണൽ മാനേജർ മൂഡ് പിടിച്ചു. കുറച്ചുകൂടി റിയൽ ലൈഫ് ഒരു ഫീൽ വന്നു. നമ്മൾ എന്നിട്ട് ഓരോ പ്ലെയർക്കും മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. അതൊരു രസമുള്ള അടിപൊളിയായിരുന്നു. നമ്മൾ കളിക്കുന്നവർക്ക് മാത്രമല്ല, ആ മാനേജ്മെന്റിന് ആ ഒരു ഫീൽ കിട്ടിയല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു ഇൻവോൾവ്മെന്റ് വന്നു. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ കളിക്കുന്ന പ്ലേയേഴ്സിന് മാത്രം ഇൻവോൾവ്മെന്റ് അല്ലാണ്ട് ബാക്കി സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒരു ഇൻവോൾവ്മെന്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആവേശം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കളിക്കുന്നവർക്ക് മാത്രം. സാധാരണ നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ പ്ലേയേഴ്സിലേക്ക് മാത്രമായിട്ട് ഓരോ ബാച്ചിന് ഒരു ടീം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് കുറച്ചും കൂടി രസമായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ലൈവായിരുന്നു ആ സമയത്ത്. ക്യാമ്പസൊക്കെ എല്ലാവരും വന്ന് ചോദിക്കണം. ഇപ്പം ജൂനിയേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും അവർ കളിക്കുമോ, നല്ല കളിക്കുമോ എന്നൊക്കെ. നല്ല ഫീലിംഗ് ആയിരുന്നു അതൊക്കെ. അജയ് സാറ് സ്റ്റുഡൻ്റ് ആയിരുന്നു, എന്നിട്ട് സാറിലേക്ക് വന്നതാണ്. സാറിൻ്റെ ഈ എലാൻ സൂപ്പർ കപ്പിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ഇപ്പോൾ എലാൻസിൽ ജോയിൻ ചെയ്തതിന് ശേഷം 4 സൂപ്പർ കപ്പായി നടത്തുന്നു. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ കളിച്ച ഫസ്റ്റത്തെ സൂപ്പർ കപ്പിൽ സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്രാവശ്യം നമ്മളാണ് കപ്പ് അടിച്ചത്. രണ്ടാമത്തെ സൂപ്പർ കപ്പിൽ ഞാൻ അപ്പോഴേക്കും ഫാക്കൽറ്റി ആയിരുന്നു. അപ്പോൾ നമ്മളൊരു സ്റ്റാഫ് ടീം ഉണ്ടായിരുന്നു, ഫാക്കൽറ്റീസും സ്റ്റാഫ് ടീം ഉണ്ടായിരുന്നു. നമ്മൾ ഫൈനൽ വരെ എത്തി, ഫൈനലിൽ തോറ്റു, റണ്ണേഴ്സ് അപ്പായി. അതിന് ശേഷമുള്ള 2 ടൂർണമെൻറ്റ്സിലും നമ്മൾ നമ്മുടെ ബാച്ചിൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്നിട്ട് ഫുൾ സപ്പോർട്ടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അൽഫ സാറും സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ഫാക്കൽറ്റി ആയിട്ട് എന്ന പോലെ അല്ലായിരുന്നു സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ 3 സൂപ്പർ കപ്പുകളാണ് ഞാനിവിടെ കളിച്ചിട്ടുള്ളത്. സ്റ്റുഡൻ്റ് ആയ സമയത്ത് 3 സൂപ്പർ കപ്പ് കളിച്ചു. അതിനകത്ത് മോസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത എക്സൈറ്റിംഗ് എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കളിക്കുന്ന സമയത്ത് ഫുൾ ക്രൗഡഡ് ആയിരിക്കും, പുറത്ത് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഓരോ നല്ല മൂവ്മെന്റ് നടക്കുന്ന സമയത്തും പുറത്തുനിന്നുള്ള ആ ഒരു പ്ലേയേഴ്സിന് അതൊരു നല്ലൊരു ഫീൽ. അതേ സമയത്ത് ടെൻഷനുമാണ് നമുക്ക്, മിസ് വന്നു കഴിഞ്ഞാൽ അതാണ്. പിന്നെ ദൈവം സഹായിച്ച് സൂപ്പർ കപ്പിൽ ഇതുവരെ വിന്നേഴ്സ് ആവാൻ പറ്റിയിട്ടില്ല. അതെ, നമ്മളെ പോലത്തെ ടീമുകൾ തോറ്റു കൊടുക്കുന്നത് കൊണ്ടാണ് അജയ് സാർ പോലുള്ള ടീമെല്ലാം അൽഫ സാർ പറഞ്ഞു എന്ന് വെച്ചാല് അത് ഞങ്ങളെ കഴിവ് കൂടുതൽ കൊണ്ടാണോ ഇല്ല അൽഫ സാറിന്റെ കഴിവ് കേടുമല്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ വേൾഡ് കപ്പില് നമ്മളെ മെസ്സി, റൊണാൾഡോ, മോഡ്രിച്ച്, മാനെ, ഡിബ്രോയിന്, നെയ്മർ ഇവരെല്ലാവരും ലാസ്റ്റ് ഡാൻസ് ആണ് ഈ 2026 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടാവും അവർ പോയാൽ ഫുട്ബോൾ എങ്ങനെ ഉണ്ടാവും? പിന്നെ ഫുട്ബോൾ മെസ്സി, റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരു
ഡിബേറ്റ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അവരാണ് ഒരു ഇതായിട്ട് വരുന്നത്. ഇത്രയും കൊല്ലം നിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു ലാസ്റ്റ് സീസണിൽ അപ്പം നമ്മൾ മാക്സിമം ആ സംഭവം എൻജോയ് ചെയ്യാന്നുള്ളത്. നമ്മളൊക്കെ ഫുട്ബോൾ കാണുന്ന സമയം തൊട്ടേ ഇന്ന് വരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നവരാണല്ലോ ഇവരെല്ലാവരും. ഇവരെല്ലാം ഇല്ലാത്തൊരു ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്ക് imagine ചെയ്യാൻ പോലും. നമ്മൾ ഫുട്ബോളിനെ ആരാധിക്കാനുള്ള കാരണം തന്നെ ഇവരൊക്കെയാണ്. നമ്മൾ ഇത്ര ഫുട്ബോളിലോട് ഇൻവോൾവ് ആവാനും ഇങ്ങനെ കളിക്കാനും ഇപ്പോഴും, കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും വർഷവും ഇപ്പോഴും ഈ വേൾഡ് കപ്പിലും പീക്കില് നിൽക്കുന്നത് ടോപ്പ് സ്കോർ ആയിട്ട് നിൽക്കണം. ഇന്റർനാഷണൽ ടോപ്പ് സ്കോറർ അതൊക്കെയാണ് ഇപ്പോഴും പീക്കിലുള്ള. അതിന്റെ കൂടെ ഇപ്പൊ പുതിയ കുറെ പ്ലേയേഴ്സ്, യങ്സ്റ്റേഴ്സ്, നല്ല പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ലാമിൻ യമാൽ, എംബാപ്പെ, ഹാലൻഡ്, ഇവരൊക്കെ വരുമ്പോ നമ്മുടെ ആ പഴയ ഉണ്ടായിരുന്ന മെസ്സി, റൊണാൾഡോന്റെ ഒക്കെ ലെഗസിക്ക് ഒരു റീപ്ലേസ്മെന്റ് ആവും നിങ്ങൾക്ക് തോന്നുന്നു? റീപ്ലേസ്മെന്റ് ആവുന്നില്ല, കാരണം ഇത്രയും കൊല്ലം ഈ ഒരു പീക്കിൽ തന്നെ കൺസിസ്റ്റന്റ് നിൽക്കുക എന്നുള്ളത്. കളിയൊക്കെ മെസ്സിയും റൊണാൾഡോ ഇത്രയും വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നവ അതുപോലെ പീക്കില്. അതെ അതെ, ആ ഒരു റൈവലറി ഒരിക്കലും മെസ്സി റൊണാൾഡോ ഡിബേറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ലാത്ത പോലെയാണ് ഡിബേറ്റ്. പക്ഷെ നമ്മളെ മെസ്സി ഫാൻസിന്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞതാണ്, തീർന്നാണ്. പിന്നെ നിങ്ങളിപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രശ്നമില്ല, ചർച്ച ചെയ്തോ, നിങ്ങൾക്ക് സമാധാനമാവുന്നവരെ സംസാരിക്കാം. പക്ഷെ എന്നാൽ അങ്ങനെ ഒരു ഡിബേറ്റ് പക്ഷെ പുതിയ വരുന്ന ആരിലും ഒരു ഇത് വരുന്നില്ല. പിന്നെ നെയ്മറിന്റെ മാജിക് ഒക്കെ നമുക്കിനി ആ ടൈപ്പ് ഓഫ് കളിയൊക്കെ, അതെ പുള്ളി കുറച്ചാണ് കളിച്ചുള്ളൂ ഈ ഒരു വേൾഡ് കപ്പിൽ. ഇപ്പൊ കുറച്ച് കളിയാണെങ്കിലും എല്ലാം അവരുടെ കൂടെ മെസ്സി റൊണാൾഡോ പീക്കില് അവരുടെ കൂടെ ഒരു തേർഡ് ഇതായിട്ട് ഷാഡോയിലൊക്കെ വന്നിരുന്നു. അതൊക്കെ ഭയങ്കര. പിന്നെ അവരെ കളി നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റാന്നുള്ള ഈ വേൾഡ് കപ്പും കൂടെ പറ്റുള്ളായിരിക്കും കൂടുതലും. നെയ്മറിനൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഞ്ചുറിയും ഫിറ്റ്നസ് ഒക്കെ, അപ്പൊ അത് മാക്സിമം നമ്മളത് എൻജോയ് ചെയ്യാന്നുള്ളത്. എല്ലാരും ഈ വേൾഡ് കപ്പ് അത്രയും എൻജോയ് ചെയ്യുന്നതിന്റെ റീസണും അതാണ്. അവരുടെ അത്രയും ഹൈപ്പ് ഈ വേൾഡ് കപ്പിന് വരാനും കാരണം. പിന്നെ ഈ വേൾഡ് കപ്പിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ 19 വയസ്സുള്ള താസിം മുഹമ്മദ് ഖത്തറിന് വേണ്ടി കളിച്ചിരുന്ന മലയാളി താരം. നമുക്കൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ? എല്ലാ മലയാളികൾക്കും അതൊരു പ്രൗഡ് മൊമെന്റ്. പ്രത്യേകിച്ച് നമ്മൾ 4-3-3 ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, മെസ്സി റൊണാൾഡോന്റെ കട്ടൗട്ടിന്റെ കൂടെ ഇവന്റെ ഒരു കട്ടൗട്ട് വെച്ചപ്പോൾ അതിലുണ്ട് മലയാളികൾ ഇത് എത്രത്തോളം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളത്, അവന്റെ ഒരു പ്രസൻസ് ആ ടീമിൽ. അതുപോലെ തന്നെ ഇന്ത്യക്കാരായ നമുക്കും അടുത്ത വേൾഡ് കപ്പുകളിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി നമ്മളും ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരട്ടെ. നമ്മള് കടയിലെ കയറി ബ്രസീലിന്റെ അർജന്റീനന്റെ ഒക്കെ ജേഴ്സി വാങ്ങുന്ന കൂടെ ഇന്ത്യന്റെ ജേഴ്സി വാങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തണം. അതിലേക്കാവട്ടെ. അതിന്റെ കൂടെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, എന്തായിരിക്കും ഇപ്രാവശ്യത്തെ നിങ്ങളുടെ വേൾഡ് കപ്പ് പ്രഡിക്ഷൻ? ആരായിരിക്കും കപ്പടിക്കുക? പ്രഡിക്ഷൻസ് എനിക്ക് പേഴ്സണലി അർജന്റീനയാണ് എൻ്റെ ഫേവറേറ്റ് ടീം. അവർ കപ്പടിക്കണം ആഗ്രഹം. ബട്ട് ഫ്രാൻസ് കുറച്ചും കൂടി ചാൻസ് ഉള്ള എനിക്ക് തോന്നി. നല്ല നല്ല പ്ലേയേഴ്സ് കുറേ ഉണ്ട്, കുറേ ടാലൻസ് ഉണ്ട്. ഫ്രാൻസ് അതേപോലെ തന്നെ അവരെ അറ്റാക്ക് ഭയങ്കര അടിപൊളിയാണ്, പക്ഷെ അവരുടെ ഡിഫൻസ് വീക്കാണ്. എന്നാലും അവർക്ക് വേണമെങ്കിൽ ഒരു ബി ടീമും അതുപോലെ ഇറക്കാവുന്ന മാത്രം ഒരു പ്ലേസ് ഡെപ്ത് ഉള്ള വേറൊരു ടീം ഞാൻ കണ്ടിട്ടില്ല. ശരിയാണ്, പക്ഷെ വേൾഡ് കപ്പ് അണ്ടർ റേറ്റഡ് ടീംസ് കയറി വരുന്ന ടൈമാണ്. അപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ എല്ലാം ഫൈനലില് ക്രൊയേഷ്യ, പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെമിയില് മൊറോക്കോയും രണ്ടുപേരും വന്നു. ഇപ്രാവശ്യം ചിലപ്പോ അങ്ങനെ അണ്ടർ റേറ്റഡ് ടീം ആവാം. പുതിയ ടീം വരട്ടെ, ഈ യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക മാറി ഏഷ്യൻ ടീമൊക്കെ വരട്ടെ, ജപ്പാൻ വരട്ടെ. അങ്ങനെ അതൊരു പുതിയ ഇത് വേണമല്ലോ, പുതിയ ടീം വരണമല്ലോ വേൾഡ് കപ്പിലേക്ക്. പിന്നെ എൻ്റെ ആര് ജയിക്കണമെന്ന് ചോദിച്ചാൽ ജപ്പാൻ നമ്മുടെ ടീമായോണ്ടൊരിത്. പക്ഷെ മെസ്സിക്ക് കഴിഞ്ഞ വേൾഡ് കപ്പ് അടിച്ചു. ഇത്തവണ നമ്മുടെ ക്രിസ്ത്യാനോക്ക് ലാസ്റ്റ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് കിട്ടട്ടെ എന്ന് ഷുവറായിട്ടും ഇത്തവണ ഞങ്ങൾ എന്താണെങ്കിലും റൊണാൾഡോ ലാസ്റ്റ് ഡാൻസ് പോർച്ചുഗൽ ഞങ്ങൾ വേൾഡ് കപ്പോട് കൂടിയായിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. കണ്ടറിയാം. ഇനി ചരിത്രം തിരുത്തിക്കുറിച്ച് 2 പ്രാവശ്യം അടുപ്പിച്ചൊരു രാജ്യം അടിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പറയണ്ടല്ലോ, ഇപ്പോഴും നല്ല ഫോമിൽ തന്നെയാണ്, നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ പ്രഡിക്ഷൻസ് എന്താണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്നുള്ളത് കമന്റ് ചെയ്യാം. സോ വി ആർ റാപ്പിംഗ് അപ്പ് അവർ എപ്പിസോഡ് ഓഫ് എലാൻസിയൻസ് പോഡ്കാസ്റ്റ് സീരീസ്. സോ താങ്ക് യു ഗൈസ് ആൻഡ് ബൈ.